ശ്രീ യുവരാജ് ഗോകുൽ, പഹൽഗാം ഭീകരാക്രമണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതം ഒളിച്ചു കടത്തുകയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഈ നേവി ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഏറ്റവും ആദ്യം വന്നത്. അവർ പറഞ്ഞത്, അവർ ആ സംഭവത്തിനെ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഭേൽപൂരി കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 പേർ അടുത്ത് വന്നു. എന്നിട്ട് ഭർത്താവ് അടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം ഹിന്ദു ആണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിധവയായിട്ടുള്ള ഇപ്പോൾ ആ ഭാര്യ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് അത് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ കൊച്ചിയിലെ എറണാകുളത്തെ രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു. അവിടെ മരണപ്പെട്ട ഏതാണ്ട് എല്ലാവരും തന്നെ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ മുഴുവനും പുരുഷന്മാരുടേതാണ്. ആ പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ മുഴുവനും അരയ്ക്ക് താഴേക്ക് വിവസ്ത്രമാക്കപ്പെട്ട തലത്തിലായിരുന്നു പല മൃതദേഹങ്ങളും. അതെന്തിനായിരുന്നു? മതം തിരയുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും താഴേക്ക് പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും ആ തരത്തിൽ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു വളരെ പ്രമുഖനായ വ്യക്തി ഇതിനകത്തേക്ക് മതം കുത്തിക്കയറ്റിയെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് റോബർട്ട് വധേര എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം നടക്കുന്നുണ്ട്, ആ ഹിന്ദുത്വ ഭരണത്തിന് പ്രതികാരമായിട്ടാണ് ഈ പറയുന്നത് പോലെ മതം നോക്കി മുസ്ലിം തീവ്രവാദികൾ ആൾക്കാരെ കൊന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുടെ പേര് റോബർട്ട് വധേര എന്നാണ്. അതുകൊണ്ട് റോണി കെ ബേബിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷയമോ പ്രശ്നമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ നേരെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക, പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് പോവുക, നിങ്ങളുടെ ആസ്ഥാന അളിയനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കരുതെന്ന് അദ്ദേഹത്തോട് പറയുക. അല്ലാണ്ട് അങ്ങ് ചാനലിൽ വന്നിരുന്ന ആത്മരോഷം കൊള്ളുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് ഇവിടെ വിശദീകരിച്ചതിനകത്തും വലിയ സന്തോഷമുണ്ട്. കാരണം 1 പറഞ്ഞ് 2 അമേരിക്കയുടെ അടുത്തേക്ക് ഓടുക, 1 പറഞ്ഞ് 2 വേറെ എവിടെയെങ്കിലും പോയിട്ട് പരാതി പറയുക, ഇതിനപ്പുറത്തേക്ക് എന്താണ് നമ്മൾ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിന് പരിഹാസ രൂപേണയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹത്തി ഔരത്ത് എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് എന്താണ്, ഗ്രാമത്തിലുള്ള തൊട്ടപ്പുറത്ത് പോയി പരാതി പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയോട് ഉപമിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ പറയുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചതും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി തന്നെയായിരുന്നു. കാരണം എന്താണ്, ഇവിടെ NIA ഉണ്ടാക്കിയിട്ട് തെളിവ് എടുത്തുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് അടിസ്ഥാനം. എന്നിട്ട് അങ്ങ് പറയുന്നത് 2008 മുതൽ എന്താണ്, ഇന്ത്യയുടെ ശ്രമം കാരണമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ തീവ്രവാദ രാജ്യമായിട്ട്, ഇന്ത്യയുടെ ശ്രമങ്ങളെയോ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ കഴിവിനെയോ ആ അന്വേഷണത്തിനുള്ള തെളിവുകളെ പുറത്തോട്ട് കൊണ്ടുവന്നതിനെയോ ഒന്നും ഞാൻ തന്നെ കുറച്ചൊന്നും കാണുന്നില്ല. പക്ഷേ എല്ലാം കൂടി UPA സർക്കാർ ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നത്. 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചിട്ട് ബിൻ ലാദനെ പാകിസ്ഥാൻ അകത്ത് കയറി കൊന്നിട്ട് പോകുന്നത്. അപ്പോൾ 2011 അബോട്ടാബാദിൽ അത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് എത്രയോ കാലം മുതൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന ലോകരാജ്യങ്ങളുടെ റഡാറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. 2011 കൊല്ലുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 6 മാസം മുമ്പ് 1 കൊല്ലം മുമ്പോ ഒന്നും ആയിരിക്കില്ല അവരുടെ റഡാറിൽ അതുള്ളത്. അതിനും വളരെ മുമ്പ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ്, അതൊരു തീവ്രവാദ രാജ്യമാണ് എന്നുള്ളതിനുള്ള തെളിവ് വ്യക്തമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ട് മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക്, അത് UPA സർക്കാരായിക്കൊണ്ടുപോട്ടെ, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ച സർക്കാരായിക്കൊണ്ടുപോട്ടെ, NDA ഭരിച്ച വാജ്പേയി സർക്കാരായിക്കൊണ്ടുപോട്ടെ, അതിനുശേഷമുള്ള നരേന്ദ്രമോദി സർക്കാരിനാകട്ടെ, ഇതിനെല്ലാത്തിനും നിരന്തരമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ 2008 ശേഷം എന്താണ്, തീവ്രവാദ ആക്രമണങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന്. സാർ, 2014 ശേഷം ഉണ്ടായിരിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു പരിധിവരെയെങ്കിലും അവർക്ക് പെട്ടെന്ന് അക്സസിബിൾ ആകുന്ന പ്രദേശങ്ങളിൽ മാത്രം, അവരുടെ ഒരു സേഫ് ടെററിലൊക്കെ ഒരു റീജിയണിലൊക്കെ കയറി, അതും വലിയ ഗ്യാപ്പിൽ 2016 പിന്നെ 19 അത് കഴിഞ്ഞ് 25 ഇത്തരത്തിലുള്ള ഗ്യാപ്പിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിരിക്കുന്നതിനകത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. 166 പേര് സിവിലിയൻസ് കൊല്ലപ്പെട്ട മുംബൈ താജ് അറ്റാക്ക് എന്ന് പറയുന്ന ആ താജ് അറ്റാക്കിന് ശേഷം നടക്കുന്ന ചെറിയ ചെറിയ ആക്രമണങ്ങൾ, അതായത് 10 പേരോ 15 പേരോ 5 പേരോ ഒക്കെ കൊല്ലപ്പെടുന്ന ആക്രമണങ്ങളെ ആരും തന്നെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദിവസവും നിരന്തരം നമ്മുടെ പത്രമാധ്യമങ്ങളിലാകട്ടെ, നമ്മുടെ ന്യൂസ് ചാനലുകളിലാകട്ടെ, കാശ്മീരിൽ ഇന്നയിടത്ത് പൊട്ടിത്തെറി, ഇന്നയിടത്ത് പ്രശ്നം, ഇവിടെ ഇത്ര സൈനികർ കൊല്ലപ്പെട്ടു, വാർത്ത ഒഴിഞ്ഞ സമയം ഏതായിരുന്നു സാറേ ഉണ്ടായിരുന്നത്? നമ്മുടെ 5 സൈനികരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയത് 2013 പാകിസ്ഥാൻ സേന.
നിങ്ങളെന്താ അതൊക്കെ മറന്നുപോയോ ഇപ്പോൾ വന്നിരുന്നിട്ട്? 2008 ശേഷം തീവ്രവാദ ആക്രമണങ്ങളെ ഉണ്ടായിട്ടില്ല. 2008 ശേഷം ഈ പറയുന്ന പോലത്തെ സിവിലിയൻ മേഖലകളിൽ കയറിയിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും മുംബൈയിലും ഒക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ പൊതുനിരത്തുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. 2008 ശേഷം ഇതുവരെയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ രാജ്യത്ത്. കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കുറേയും കൂടി ശക്തിപ്പെട്ടിട്ടുണ്ട്. NIA UPA സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അഭിനന്ദനാർഹമാണ്. ആ NIA ഇന്ന് വളരെ ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ NIAക്കെതിരെ നിരന്തര ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിടക്കുന്നത് നിങ്ങളുടെ നേതാക്കളൊക്കെ തന്നെയാണ്. ചില തീവ്രവാദികളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് NIA പൂട്ടിക്കൊണ്ടുവരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി രാത്രി 2 മണിക്ക് പോയി സുപ്രീം കോടതി തുടർന്ന് അവിടുത്തെ വക്കീലന്മാരെയൊക്കെ വിളിച്ചുണർത്തി ജഡ്ജിയെ വിളിച്ചിരുത്തി ഈ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങളുടെയൊക്കെ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ മഹത്വമൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വശത്ത് ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി ചൈനയുടെ കാര്യം പറഞ്ഞു. ഈ ചൈന ഗാൽവാനിൽ നമ്മുടെ കുറച്ച് സൈനികരെ വധിച്ചു. സംഭവം ശരിയാണ്. 10-20 സംഖ്യയിനകത്തുള്ള സൈനികരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സൈന്യം അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഇരട്ടിയിലധികം ചൈനീസ് പട്ടാളക്കാരെ കാലപുരിക്ക് അയക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങ് കാണാത്തത്? നമ്മുടെ സൈന്യം അത് ചെയ്തു എന്നുള്ളതിൽ അങ്ങ് എന്താ അത് കാണാത്തത്? അവരിങ്ങോട്ട് ആക്രമിച്ചത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ ചൈന ഇത്തരത്തിൽ കയറി വരുന്നൊരു സാഹചര്യം ആരാ ഉണ്ടാക്കി വെച്ചത്? അങ്ങ് പറഞ്ഞു നമുക്ക് ഏതൊക്കെ ഭൂമി നഷ്ടപ്പെട്ടു, ചൈന ഇങ്ങോട്ട് കയറി വന്നു, നമുക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. 1 സെൻറ്റ് ഭൂമി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ചൈന കൈയടക്കിയതിനുള്ള തെളിവ് അങ്ങ് ഇവിടെ കാണിച്ചു തരാൻ അങ്ങേക്ക് വേണ്ടി സാധിക്കുമോ? അങ്ങയുടെ നേതാവ് രാഹുൽ ഗാന്ധിയോട് കാലങ്ങളായിട്ട് BJP ചോദിക്കുകയാണ്. അദ്ദേഹം പലയിടത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യയുടെ 1 സെൻറ്റ് ഭൂമി 2014 ശേഷം ചൈന കയ്യേറിയത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് ദേ ഇന്ന സ്ഥലത്തുള്ള ഭൂമി നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ അങ്ങേക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ കോൺഗ്രസ് ഇങ്ങനെ വൃഥ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട്, ഇന്ത്യക്ക് ഭൂമിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ ഭൂമി 1 സെൻറ്റോ 10 സെൻറ്റോ 1 ഏക്കറോ 2 ഏക്കറോ ഒന്നും അല്ല, കിലോമീറ്റർ കണക്കിനുള്ള ഭൂമി ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങയുടെ വലിയ നേതാവ് നെഹ്റു ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. ഹിന്ദി ചീനി ബായി ബായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമയത്ത് ചൈന കയറി നമ്മുടെ പ്രദേശം ടിബറ്റിൻ്റെ മേഖല മുഴുവൻ പിടിച്ചോണ്ട് പോയതിന് ശേഷം ഒരു പുല്ല് പോലും കിടക്കാത്ത സ്ഥലം മാത്രമാണ് ചൈന കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ അപഹാസ്യനായി ചിരിച്ചതും അങ്ങയുടെ നേതാവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയുടെ മഹത്വം ഒന്നും പറയണ്ട. അങ്ങേക്ക് ചൈനയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ UPA സർക്കാർ ഇരുന്ന ഒന്നാം UPA സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ സോണിയാഗാന്ധിയും ഒക്കെ പോയിട്ട് ചൈനീസ് ഗവൺമെന്റുമായിട്ട് ഒരു രഹസ്യ MOU കോൺഗ്രസ് ഒപ്പിട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ എന്ത് MOU ആണ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറയാമോ? ചൈനയോട് വലിയ വിരോധമാണല്ലോ നിങ്ങൾക്ക്, പിന്നെന്തിനാ നിങ്ങൾ പോയി MOU ഒക്കെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്? അപ്പോൾ എന്താ ഈ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെ വന്നിരുന്നു കൊണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുക.